പരിശുദ്ധ അമ്മ. അവിടെ ഈശോ പറയുന്നുണ്ട്, സ്ത്രീ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും പരിശുദ്ധ അമ്മയുടെ വാക്കനുസരിച്ച് പുത്രൻ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം സമയമാകുന്നതിന് മുമ്പേ ക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചത്? തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മ അമലോത്ഭവിയായിരുന്നതുകൊണ്ടും അവളിൽ പരിശുദ്ധി വിളങ്ങി നിന്നിരുന്നതുകൊണ്ടും അതിനു മുമ്പിൽ ഈശോയ്ക്ക് പിന്നെ മറ്റൊരു വാക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സമയമാകുന്നതിന് മുമ്പ് തന്നെ ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധരായി ജീവിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, അതിനുവേണ്ടിയുള്ള പ്രയത്നമുണ്ടെങ്കിൽ, തീർച്ചയായും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ക്രിസ്തു അംഗീകരിക്കുമെന്നുള്ള വലിയൊരു യാഥാർത്ഥ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഈ കാനായിലെ അത്ഭുതമെന്ന് പറയുന്നത്. തീർച്ചയായും പരിശുദ്ധ അമ്മയിലേക്ക് ഈ പ്രാർത്ഥനകളിലൂടെ നമ്മൾ വളരുമ്പോൾ അതുവഴി ഈശോയിലേക്ക് വളരുവാനും ഈശോയുമായി നല്ല ഒരു ബന്ധം സ്ഥാപിക്കാനുമൊക്കെ നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ഉദരമായിരുന്നു ആദ്യത്തെ സക്രാരി. നമ്മുടെയൊക്കെ ഹൃദയം ഒരു സക്രാരിയായി മാറണമെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം വളരെ അനിവാര്യമാണ് എന്ന് ഈ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹവ്വായിലൂടെ പാപം ഈ ലോകത്തിലേക്ക് രംഗപ്രവേശം ചെയ്തുവെങ്കിൽ രണ്ടാമത്തെ ഹവ്വായായ പരിശുദ്ധ മറിയത്തിലൂടെ ആ പാപത്തിന് പകരമായി ഈശോ, നമ്മളെ രക്ഷിക്കുവാനായി ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നുവെന്നാണ് സഭാപിതാക്കന്മാർ നിരീക്ഷിക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ഈ ജീവിത മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ഹൃദയം ഒരു സക്രാരിയാക്കി മാറ്റിക്കൊണ്ട് അനേകം മക്കൾക്ക് വിശ്വാസ സാക്ഷ്യത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകുവാൻ നമ്മെ സഹായിക്കുകയാണ് ഈ ഗ്രന്ഥത്തിലെ ഓരോ പ്രാർത്ഥനയും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കുറച്ചുകൂടി മിഴിവുറ്റ ചില ആധ്യാത്മിക ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാനും അതുവഴി ആത്മീയ മനുഷ്യരായി രൂപാന്തരപ്പെടുവാനും ഈ ഗ്രന്ഥം നമ്മളെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുദ്ധരിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് മാതൃകയായി തീരട്ടെ. ആ ആധ്യാത്മിക അവബോധത്തിലേക്ക് വളരുവാൻ ഈ ഗ്രന്ഥത്തിൻ്റെ പാരായണവും ഈ ഗ്രന്ഥത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന പ്രാർത്ഥനകളുടെ അനുഷ്ഠാനവും നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ആധ്യാത്മിക ഗ്രന്ഥവുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഏവർക്കും നന്ദി, നമസ്കാരം.